ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്ന ശേഷം അവിടെ നിന്ന് ഞങ്ങളൊരാളൊരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് തിങ്കളാഴ്ച ദിവസം ഞങ്ങളെടുത്തൊരു വീഡിയോ ആണ് അല്ലേ. നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മുടെ ഇത് പോകുന്ന വഴിക്ക് പനൂരോട്ട് പോകുന്ന വഴിക്ക് വലത് സൈഡില് പനൂർ എത്തുന്നതിന് മുമ്പ് ഒരിടത്ത് പൈനാപ്പിൾ അടിപൊളിയായിട്ട് കൃഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ. ഇപ്പൊ ഇതുപോലെ വ്യൂ എവിടെ കണ്ടാലും നമ്മൾ വീഡിയോ കാണുമ്പോൾ എടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു വേറൊരു സൗന്ദര്യമല്ലേ, നമ്മുടെ കേരളത്തിന്റെ ആ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ എന്താണ് ഭംഗി, അത് തന്നെ. നമ്മുടെ യാത്രയിലിടയിലെ പെട്ടെന്ന് വേണം ചേട്ടൻ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ വേണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി തരാം. ആ സമയത്ത് എടുക്കുന്നതാണ്. നല്ല തിരക്കുള്ള റോഡൊക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടൂല കേട്ടോ. അങ്ങനെ വെഞ്ഞാറോട് ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ വരുന്ന വഴിക്ക്, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് വലത് സൈഡില് ബാങ്ക്, പിന്നെ നമ്മുടെ വെഞ്ഞാറമ്മൂട് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ രാവിലെ സ്കൂൾ ടൈം അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ബ്ലോക്കിനെ കുറിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാലത്തും മാറാത്ത ഒരു ബ്ലോക്ക്. അത് ഒരു കാലത്തും ഒരിടത്തും മാറൂല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ബ്ലോക്കാണ് വെഞ്ഞാറമ്മൂട്. നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് പോയി ചോദിച്ചാൽ അവര് വരെ പറയും നമ്മളെ വെഞ്ഞാറോട് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ കഴിഞ്ഞാൽ എപ്പോഴും മാറുമെന്നോ ഒന്നും പറയാൻ പറ്റൂല. അത്രയ്ക്ക് ബ്ലോക്ക് പിടിച്ച ഏരിയയാണ്. ഇന്നും നമ്മൾ വന്നപ്പോഴത്തേക്ക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് സ്കൂളൊന്നുള്ള ദിവസം സ്കൂൾ ടൈം ആണല്ലോ. എന്നാൽ ഇത് സ്കൂൾ ടൈം അല്ല, 9:30 മണി സ്കൂളെല്ലാം ഒതുങ്ങിയ ടൈമാണ്. എന്നിട്ടും ഇവിടെ കിടക്കുന്ന ബ്ലോക്ക് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സ്കൂളെല്ലാം ഗേറ്റൊക്കെ പൂട്ടി, എന്നിട്ടും ഇവിടെ വേറെ സിറ്റിയിലൊക്കെ പോകുന്നതിനൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം കടകളെല്ലാം ഓപ്പണൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഏതൊരു കടയിൽ പോയോ, കടയുടെ പേരെന്തോ ആലിഫ് എന്ന് പറഞ്ഞ ഒരു കടയിലാണ് നമ്മൾ ആദ്യം കയറുന്നത്. നമ്മൾ സ്റ്റാറിൽ കയറി ആലിഫിൽ കയറി. നമ്മൾ 2 ഷോപ്പുകളിലാണ് കയറിയത്. മീനെക്കുട്ടി വീഡിയോ എടുത്തോണ്ട് അങ്ങനെ കളിച്ചതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കടയിലേക്ക് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. തുണി നോക്കാനാണ് കേട്ടോ ഇവിടെ കയറിയത്. ഒരു തുണി എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കയറിയതാണ്. പിന്നെ നമ്മൾ തുണിയൊക്കെ എടുത്തോട്ടോ. അപ്പോൾ മീനക്കുട്ടി ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നതാണ്. അതൊക്കെ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കണ്ടപ്പോൾ വെഞ്ഞാറോട് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ അമ്പലമുക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെയും ബ്ലോക്ക്. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് പോലീസുകാർ ഉണ്ടാക്കുന്ന ബ്ലോക്കാണ്. എന്ന് പറയുമ്പോൾ പോലീസുകാർ ഉണ്ടാക്കുന്ന ബ്ലോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വെഞ്ഞാറോടുള്ള ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് അതെ, നമ്മുടെ വെഞ്ഞാറിലോട്ട് വരുന്ന വണ്ടികളെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ വെമ്പായം ഭാഗത്തേക്ക് ഇതിലെ തിരിച്ച് നെല്ലനാട് റോഡ് വഴി വെമ്പായത്തേക്ക് വിടാൻ വേണ്ടി നോക്കുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ബ്ലോക്ക് വരുന്നത്. ഇവിടെ വെഞ്ഞാറോട് ബ്ലോക്ക് കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇങ്ങനെ അടവുണ്ടാവും. ഇവിടെ അടവുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് അടച്ചിടും, ഒരു സൈഡ് മാത്രമേ വണ്ടി മൂവിങ്. എന്നാൽ ഈ വെഞ്ഞാറമൂടുന്ന് കിളിമാനൂരോട്ട് മാത്രമേ വണ്ടി ഓടാൻ പറ്റുള്ളൂ. അല്ലാത്ത വാഹനങ്ങൾ, ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളെല്ലാം അമ്പലമുക്കിൽ വന്ന് നേരെ നെല്ലനാട് റോഡ് കയറി പോവുക. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി, നമ്മുടെ ആട്ടോ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് വണ്ടിയുടെ വൈബ്രേഷനാണ് ഈ ഫോൺ ഇങ്ങനെ നനങ്ങുന്നത് കേട്ടോ. ഞാൻ സ്റ്റാൻഡിലാണ് ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല, ബ്ലോക്ക് ഇങ്ങനെ നമ്മൾ പോകുന്നതാണ്. പതുക്കെ പോകുന്നുണ്ട്. എല്ലായിടത്തും CNG വണ്ടികളാണല്ലേ കൂടുതലും. അതെ, CNG വണ്ടികളുണ്ട്. സൈഡിലേക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മളൊരു നൂലായിട്ട് ചടങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ചെറുക്കാരം നമ്മളങ്ങനെ ചെറുക്കാരത്തെത്തി. ഇനി അങ്ങോട്ട് നമ്മള് നൂല് കെട്ട് വീട്ടിലോട്ട് പോകണേ. പോകുന്ന വഴിയാണേ, വണ്ടി പോകത്തില്ല, നടവഴിയാണേ. നടന്നിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ പോയി ഇപ്പം ചടങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, വേറെ കാര്യങ്ങളൊന്നും എടുത്തില്ല. എല്ലാവരോട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഈ സമയത്ത് നമ്മൾ ചോറൊക്കെ കഴിച്ചു. ആരും വീഡിയോ എടുത്തില്ല. ചുമ്മാ നമ്മളൊരു
എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലോ എന്നുള്ളതിൽ നമ്മളത് വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് ഇവിടെ പോലെ ഞാൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷേ നമ്മൾ അവിടെ എടുത്തില്ല. വേറെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നമ്മളെ മാത്രം വീഡിയോ ഒക്കെ എടുത്തു, കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരുപാട് ഉച്ച സമയം വരെ നമ്മളെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അമ്മയും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു അമ്മയും സഹോദരിയുടെ സഹോദരിയുടെ മോളെ ബർത്ത്ഡേ ആണ്, മോളെ നൂല് നൂല് കെട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.